നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് വിഭജനവും കരട് വോട്ടർ പട്ടികയും റദ്ദാക്കണമെന്ന മുസ്ലിം ലീഗ് നഗരസഭാ പ്രസിഡന്റ് PMA ജലീൽ. ഈ ആവശ്യവുമായി മുസ്ലിം ലീഗ് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും PMA ജലീൽ പറഞ്ഞു. വാർഡ് വിഭജനത്തിന്റെ മാർഗരേഖ ലംഘിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലം നഗരസഭയുടെ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയും തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് PMA ജലീൽ ആരോപിക്കുന്നത്. ഇത് റദ്ദാക്കി എല്ലാ വീടുകളെയും ആനുപാതികമായ രീതിയിൽ വോട്ടർമാരെയും ഉൾപ്പെടുത്തി നിയമാനുസൃതം വാർഡ് വിഭജനവും വോട്ടർ പട്ടികയും തയ്യാറാക്കണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. ഇതിനായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും PMA ജലീൽ പറഞ്ഞു. വാർഡ് വിഭജനത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലം നഗരസഭ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. 36 വാർഡുകൾ 39 വാർഡുകളായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ വാർഡുകളിലും തുല്യമായ വോട്ട് ഉണ്ടാവേണ്ടതാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേവലം 608 വോട്ടുള്ള ഒരു വാർഡ് നിലവിൽ വരുമ്പോൾ, പുതിയ വാർഡ് നിലവിൽ വരുമ്പോൾ 1533, ഏകദേശം 3 മടങ്ങ് വർധനവോടുകൂടിയാണ് മറ്റു വാർഡുകൾ നിലവിൽ വരുന്നത്. ഇത് ഈ നഗ്നമായ ലംഘനമാണ്. കേവലം 10% മാത്രം പ്ലസ് ഓർ മൈനസ് വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടാവാം എന്നല്ലാതെ മറ്റു സംഭവിക്കുന്നതൊക്കെ ക്രമവിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് വാർഡ് വിഭജനം നടത്തിയതിൻ്റെ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് വാർഡ് വിഭജനവും കരട് വോട്ടർ പട്ടികയും റദ്ദാക്കിക്കൊണ്ട് പുതിയ വാർഡ് വിഭജനവും കരട് വോട്ടർ പട്ടികയും തയ്യാറാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സർക്കാരിനെ സമീപിച്ചിരുന്നു. പക്ഷേ സർക്കാർ വേണ്ട നടപടി കമ്മീഷനെ സമീപിച്ചിരുന്നു. കമ്മീഷൻ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കും. ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ.